ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട് പലർക്കും സംശയമുള്ളതും പലരും തെറ്റിദ്ധരിച്ചതുമായ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഒന്ന്, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒരു വർഷം ഉലുഹിയത്തിൽ ഓഹരി ചേർന്നാൽ അടുത്ത വർഷം കൂടി ഓഹരി ചേരണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരാൾ ഈ വർഷം ഉലുഹിയത്തിൽ ഓഹരി ചേർന്നു, എന്നാൽ അടുത്ത വർഷം കൂടി ചേരണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. അതോർത്തുകൊണ്ട് ആരും ഉലുഹിയത്തിൽ ഓഹരി ചേരാതെ നിൽക്കരുത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം മാടിലും ഒട്ടകത്തിലും, മാട് എന്ന് പറയുമ്പോൾ പോത്തൊക്കെ ഈ ഒരു ഇനത്തിൽ പെടുന്നതാണ്. ഇതിൽ ഒരു മൃഗത്തിൽ 7 പേർക്ക് വരെ കൂറാകാൻ പറ്റും. അങ്ങനെയാവുമ്പോൾ ഒരാൾ ഉലുഹിയത്ത് ഉദ്ദേശിക്കുന്നു, വേറൊരാൾ അക്കീക്കത്ത് ഉദ്ദേശിക്കുന്നു, വേറൊരാൾ വിൽപ്പന ഉദ്ദേശിക്കുന്നു. ഈ മോഡൽ കൂറാകൽ പറ്റുന്നതാണ്. ഇനി ഒരേ വ്യക്തിക്ക് തന്നെ ഒരു ഓഹരി ഉലുഹിയത്തായിട്ടും മറ്റൊരു ഓഹരി അക്കീക്കത്തായിട്ടും കൂറാകാൻ പറ്റും. അതേസമയം ഏജിൽ ഒരു ഓഹരിയിൽ തന്നെ ഉലുഹിയത്തും അക്കീക്കത്തും രണ്ടും കൂറാകാൻ പറ്റൂല. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉലുഹിയത്തിൽ ഷെയർ കൂടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ പലരും ഇത് മനസ്സിലാക്കാതെ പോയ കാര്യം കൂടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഉലുഹിയത്ത് ശരിയാവുകയില്ല. അതായത് നമുക്കറിയാം മാടിലും അതേപോലെ ഒട്ടകത്തിലും ഒന്നിൽ കൂടുതൽ പേർക്ക് കൂറാകാം. 7 പേർക്ക് വരെ കൂറാകാൻ പറ്റും. ചില നാടുകളിൽ ഒരുപാട് പേർ ചേർന്ന് കുറച്ച് മൃഗങ്ങളെ വാങ്ങും, എന്നിട്ട് ഒരുപാട് പേരുടേതായി അറുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 14 പേർ ചേർന്ന് 2 പോത്തിനെ വാങ്ങി, എന്നിട്ട് അവർ അറുത്തു കൊടുക്കുന്നു 14 പേരും ചേർന്നിട്ട്. ഇവിടെ 7 പേരുള്ള ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നില്ല. അതേപോലെ ഓരോ ഗ്രൂപ്പിനും ഓരോ മൃഗം വീതം വെച്ച് കൊടുക്കുന്നുമില്ല. എങ്കിൽ ശരിയാവുകയില്ല. 7 കൂടുതൽ പേരുണ്ടായാൽ ചെയ്യേണ്ടത് 7 പേരുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 8 പേരാണെങ്കിൽ 4 പേർ ചേർന്നിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. എന്നിട്ട് ഒന്നിൽ കൂടുതൽ മൃഗത്തെ ഒരു ഗ്രൂപ്പിനിക്കും മറ്റൊരു മൃഗത്തെ മറ്റൊരു ഗ്രൂപ്പിനിക്കും കൊടുക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ ആ മൃഗത്തിൽ കൂറാവുക. എന്നിട്ട് അതിനെ അറുത്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു മൃഗത്തിൽ മാക്സിമം അവിടെ കൂറാകാൻ പറ്റുക 1/7 എന്ന രൂപത്തിലാണ്. ഇനി 14 പേർ ചേർന്നിട്ട് 2 മൃഗത്തെ വാങ്ങിയിട്ട് അവർ ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുക, ഒരു മൃഗത്തിൽ 1/14 അതേപോലെ മറ്റൊരു മൃഗത്തിൽ 1/14 എന്നുള്ള കൂറാണ് സംഭവിക്കുക. അങ്ങനെ ഒരു കൂറുണ്ടായാൽ മതിയാവുകയില്ല. കൂടുതൽ പേര് ചേരുന്നിടത്ത് അവിടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് 7 പേരിൽ കൂടാത്ത രൂപത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഓരോ ഗ്രൂപ്പുകൾക്ക് ഓരോ മൃഗങ്ങൾ കൊടുക്കുകയും അവർ അതിൽ ഓഹരിയായി അറുത്തു കൊടുക്കുകയുമാണ് വേണ്ടത്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക. ഒരുപാട് പേരുടെ സംശയമാണ്, പലരും തെറ്റിദ്ധരിച്ച കാര്യമാണ്. മാക്സിമം ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഈ വിഷയം എത്തിച്ചു കൊടുക്കുക. ഉലുഹിയത്തുമായി ബന്ധപ്പെട്ടും അക്കീക്കത്തുമായി ബന്ധപ്പെട്ടും വളരെ വ്യക്തമായ അവതരണം നാഫി ഹിമമി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ കാണുക. നാഫി അക്കാഡമി കോഴ്സുകളിലൂടെ ഇസ്ലാമിക വിഷയങ്ങൾക്ക് ലളിതമായി പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക.